നീന്തൽ ഉൾപ്പെടെയുള്ള അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് രണ്ടു വാക്ക് സംസാരിക്കും. താങ്ക് യു. സ്നേഹമുള്ളവർ, കുറച്ച് വൈകി പോകേണ്ടതായിട്ടുണ്ടാവും. കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമ്മുടെ മട്ടന്നൂരിൽ നിന്ന് ഒരുപാട് കാലമായി കുട്ടികളെ നീന്തൽ പരിശീലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പിന്റെ മിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ പ്രവർത്തകരാണ്. അപ്പൊ നമ്മുടെ കീഴിൽ ഒരു 10-50ഓളം കുട്ടികൾ സ്ഥിരമായി പരിശീലനം നടത്തുകയും അവരിങ്ങനെ സംസ്ഥാന തലത്തിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ അടുത്ത സുഹൃത്തായ റഫീഖ് സാറ് ഒരു ദിവസം ഇങ്ങനെ ഒരു നീന്തൽ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ടെന്നും നിങ്ങൾക്ക് അതിൽ താല്പര്യമുണ്ടെങ്കിൽ വരാൻ വേണ്ടി റെഡിയാണോ എന്ന് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറെ കുട്ടികളെയൊന്നും കൂട്ടി വരാൻ പറ്റില്ല. എല്ലാ കുട്ടികൾക്കും റെഡിയായിരുന്നു വരാൻ വേണ്ടി. 50 കുട്ടികൾക്കും ഇപ്പം കുറെ കുട്ടികൾക്ക് പ്രതിഷേധമാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നല്ലതിൽ വെച്ച് നമ്മളിപ്പോൾ ചില കലോത്സവങ്ങളിലുള്ള ജഡ്ജ്മെന്റിന് ജഡ്ജസ് പ്രയാസപ്പെടുന്നത് പോലെ ഇതിൽ ആരെ എടുക്കണം, ഒരു മാക്സിമം 7 കുട്ടികളെ നമ്മൾ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും മികച്ചത് എല്ലാവരും നല്ലതാണെന്ന് അതിൽ തോന്നി കുട്ടികളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് യാതൊരു പരിചയമില്ലാത്ത ഒരു പ്രദേശത്ത് നമ്മളെ എങ്ങനെയാണ് ആദ്യമായി നമ്മളൊരു കായലിൽ കൊണ്ട് ഇറക്കുന്നു. അത് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ അന്ന് തന്നെ ഒരു 5-6 കിലോമീറ്ററോളം നമുക്ക് കായലിൽ പരിശീലിപ്പിക്കുന്നു. നമ്മളൊരു ബാച്ച് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം വേറൊരു ബാച്ചിനെ പരിശീലിപ്പിക്കുന്നു. അങ്ങനെ ഒരു ഹെവി റിസ്ക്കും ടാസ്കും നമ്മൾ പ്രത്യേകിച്ചും നമ്മൾ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ യാതൊരു പ്രതിഫലവും പറ്റാതെ ഇങ്ങനെയുള്ള സേവനങ്ങൾ ചെയ്യുന്നവർ വളരെ അപൂർവമായിരിക്കും. അപ്പൊ തൊട്ടടുത്ത ദിവസം നമ്മുടെ പുഴയാണ്. പുഴയില് പുതിയ പുഴ പാലത്തിന്റെ അടുത്തേ കൂടിയെല്ലാം നമ്മൾ കടന്നു പോകുന്നു. അതും വളരെ രസകരമായി നമുക്ക് ക്ഷീണം തോന്നുന്ന സമയത്ത് നിങ്ങൾ നമ്മളോട് പാട്ട് പാടാൻ പറയുന്നു. അങ്ങനെ 2 റിഹേഴ്സൽ കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തേത് കടലിലേക്കാണ്. രാവിലെ 5:30 മണിക്ക് പയ്യാമ്പലം ബീച്ചിൽ എല്ലാവരും എത്തണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്നൊരു 18ഓളം പേരാണെന്ന് ഉണ്ടായിട്ടുള്ളത്. 5:45 ആകുമ്പോൾ റെഡി ആയിട്ട് എല്ലാവരും കടലിലേക്ക് അങ്ങ് ഇറങ്ങും. നമ്മൾ ജീവിതത്തിൽ ഇതുവരെ കടല് കണ്ടിട്ടില്ല എന്നല്ല, കടലിലേക്ക് ഇറങ്ങി പോവാത്ത ഒരു ടീമിനെയാണ് തികച്ചും വളരെയധികം ജാഗ്രതയോടുകൂടി വളരെയധികം ശ്രദ്ധയോടുകൂടി നമ്മുടെ മഹാഭാരതത്തിൽ പലപ്പോഴും യുദ്ധത്തിലെല്ലാം തളർന്നു പോന്നിരിക്കുന്ന പാണ്ഡവപ്പടയെ നേതൃത്വത്തിൽ കരുത്ത് കൊടുത്തിട്ടുള്ള ശ്രീകൃഷ്ണന്റെ ഉപദേശങ്ങൾ പോലെ അത്ര അപൂർവമായി വളരെ വളരെ കുറികൊള്ളുന്ന നിർദ്ദേശങ്ങളോടുകൂടി നമ്മളെ കടലിലേക്ക് ഇറക്കുകയും ആ കടൽ തിരമാലകൾ അപ്പുറത്തേക്ക് കഴിഞ്ഞ സമയത്ത് നമുക്ക് യാതൊരു വിധത്തിലുള്ള പ്രയാസങ്ങളും ഇല്ലാതെ ദീർഘദൂരം കിലോമീറ്ററുകളോളം കടലിലേക്ക് കൂടി നീന്തി പോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു ഘട്ടത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഉൾക്കടലിലെല്ലാം വളരെ ശാന്തമായിരിക്കും കടലല്ലേ സാറേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇത് തന്നെയാണ് ഉൾക്കടല്. അപ്പൊ അങ്ങനെ ആദ്യമായി നമ്മൾ അങ്ങനെ ഉൾക്കടലിലേക്ക് കൊണ്ടുപോയി തിരിച്ചു വന്ന് വളരെ പിന്നീട് ചെയ്തത് തിരമാലകളിൽ നിന്ന് മുറിച്ചു കിടക്കാനുള്ള പരിശീലനം ഏകദേശം ഒരു 1/4 മണിക്കൂറോട് കൂടി നടത്തിയതിനു ശേഷമാണ് നമുക്ക് പിടിച്ചു പോയത്. പിന്നെ തിരിഞ്ഞ് വീട്ടിലേക്ക് എത്തിയ ശേഷം നമുക്ക് പിന്നെ അത് സംബന്ധിച്ച് നീന്തലിന് യാതൊരു ഭയവും ഉണ്ടായില്ല. 16-ാം തീയതി രാവിലെ ബഹുമാനപ്പെട്ട പയ്യന്നൂർ MLA മൻസൂദൻ അവർ ഉദ്ഘാടനം ചെയ്ത് 12:20 12:30 ഫ്ലാഗ് ഓഫ് ചെയ്ത് ഞങ്ങളൊന്ന് വെള്ളത്തിലിറങ്ങി കായലിലൂടെ കടന്നു. കായലിൽ ഒഴുക്കുണ്ടായിരുന്നു. പുഴ പല ഘട്ടങ്ങളിലും പുഴയുടെ ഗതിയും അതിന്റെ സ്വഭാവവും മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ടായിരുന്നു. പുതിയ പുഴ പാലത്തിന്റെ ഇടയിൽ അവിടെയാണ് പാലത്തിന്റെ മുകളിൽ നിന്ന് പലരും ആത്മഹത്യ ചെയ്യുന്നത്. അവിടെ വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷയില്ല. അവർ ഏറ്റവും ഷുവറായി മരിക്കണമെന്ന് തീരുമാനിക്കുന്നവർ ആ പുഴയുടെ താഴെയാണ് ചാടുക എന്നെല്ലാം നമ്മൾ അറിഞ്ഞിട്ടുണ്ട്.